Okay, let's go. Good morning. No. Second ഭക്ഷണം പോയിട്ട് ടൗണിൽ പോകണം, ക്യാമ്പ് ഉണ്ട്. സെറ്റാവും പല്ലേക്കട്ടെ. ഓക്കെ, പല്ലച്ചിട്ട് ബൈ. തീ എങ്ങനെ ക്യാമ്പിൽ തീ. ഇതാണ് ക്യാമ്പ്. സ്ഥലം അവിടെയാണ്, ഇതാ ഭാഗത്ത് അറ്റത്താണ് സ്ഥലം. നമ്മൾ ഇവിടുന്ന് നടന്നാൽ അവിടെ എത്തണം. ഇതാണ് ക്യാമ്പ്. ക്യാമ്പിലാണ്. ഇതാണ് ക്യാമ്പിലത്തെ കുട്ടികൾ. മൊത്തം കുട്ടികളെ ക്യാമ്പിലത്തെ. ഇതാണ് FPT ക്യാമ്പ്. വീട്ടിലെത്തി. സോപ്പുണ്ടാക്കാൻ എന്താ അവസ്ഥ നോക്കിയേ. എന്താ അവസ്ഥയാണ്. മഴയൊക്കെ കളക്ഷടിക്കണം. ഞാനാ കളക്ഷടിക്കാനും പറ്റിയില്ല. സോപ്പുണ്ടാക്കാൻ ഒരു ഇത് ക്യാമ്പ് എടുത്ത് തിരിച്ചു തരുന്ന അവസ്ഥ. ഒരു വണ്ടി ചേർത്തുണ്ട്. ആകെ ഒരു ചപ്പട്ട സ്കൂട്ടി കൊണ്ട് ഞാനുണ്ട്. വണ്ടി വേറെ സെറ്റാക്കണം. വണ്ടി ഉണ്ടാവും. ഫോൺ എടുത്ത പോലെ വണ്ടി കൊടുക്കും നമ്മൾ. ഉറപ്പാണ്. വേറെ കുറച്ച് കാര്യം പറയാനുണ്ട്. അത് ടൈം കിട്ടുമ്പോൾ പറയാം. ഇപ്പോഴല്ല. ഇപ്പോൾ ഫ്രീ ആണ്. ബട്ട് ഇപ്പോൾ അതിനുള്ള സിറ്റുവേഷൻ അല്ല. അത് ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ പറയാം. അതാണ്. ഇനി കുറച്ച് പരിപാടി ഉണ്ട്. നടക്കുമോ എന്നുള്ള കാര്യം ഒന്ന് അറിഞ്ഞൂടാ. നടത്തണം എന്നാണ് പ്ലാൻ. എന്താ ഡൗൺലോഡ് പോകണം. ഡാൻസിൻ്റെ വീഡിയോ എടുക്കാണ്ട്. അപ്പോൾ ഡൗൺലോഡ് പോകണം. ഇക്കനെ പോയി ഇരിക്കണം. പ്രാക്ടീസ് ചെയ്യണം. ഇക്കനെ പോയി എടുത്ത് പ്രാക്ടീസ് ചെയ്തിട്ട് വേണം പോയി കളിക്കണമെങ്കിൽ ടൗണിൽ. ഇത് റെഡിയുണ്ട്. നടക്കൂലെന്നൊന്നും അറിഞ്ഞൂടാ. നോക്കിയൊക്കെ എന്തായാലും കാലത്തത്തെ ചായ കുടിക്കുന്നു. ഇന്നലെ തന്നെ ബാക്കി ഇരുന്ന് കാണുന്നു. ഇന്നലെ ഫുള്ള് കാണാൻ പറ്റിയില്ല. അപ്പം അതിൻ്റെ ബാക്കി കാണുന്നു. ഇപ്പം രണ്ടാമത്തെ ഉറക്കുന്ന പറയണേ. ഞാൻ പറഞ്ഞേ സോപ്പുണ്ടാക്കും. അരുത് നീ എങ്ങോട്ടേക്ക് ചാടിക്കയറി പോന്നേ. എങ്ങോട്ടേക്ക് ചാടിക്കയറി പോന്നേ. വീട്ടിൽ നെറ്റിപ്പട്ടത്തിൻ്റെ ചെറിയ കുരു എടുത്ത് അതിന് ചേട്ടൻ പറഞ്ഞ് അച്ഛനോട് പറയുന്നു. അതിന് കാരണം ചെക്കൻ കാറിൻ്റെ ഉള്ളിൽ കയറി ഇരിക്കുകയാണ്. എന്ത് ചെയ്യാ. നല്ലതെന്തായാലും. വേറെ ഇങ്ങോട്ടല്ല, ഒരു ഡ്രസ്സ് കൊണ്ടുപോയി കൊടുക്കാണ്ട്. അപ്പോൾ അതിന് വേണ്ടി പോവാണ്. വണ്ടി ഒന്ന് നിർത്തിയിട്ട് പറഞ്ഞുതരാം ബാക്കിയുള്ള കാര്യങ്ങൾ. ഓക്കെ. പെട്രോൾ അടിക്കാൻ കയറ്റിക്കണം. കങ്കപ്പാട് ആളെത്തിയിട്ടില്ല. കുറച്ച് രണ്ടുമൂന്നൊരാളുടെ ഇരിപ്പുണ്ട്. പക്ഷെ ഒരാളും പോലും വരുന്നില്ല. അതല്ലേ, ഞാൻ പെട്രോൾ അടിച്ച് കഴിഞ്ഞിട്ട് ഇപ്പോൾ പുറത്ത് ഇറങ്ങാൻ നിൽക്കുകയല്ലേ പെട്രോൾ പമ്പിൻ്റെ. ഒരുത്തൻ വന്നിട്ട് അപ്പാട് വന്നിട്ട് ആ സംഭവം ഞാൻ ആക്കി തന്നെയാണ്. കൺഫേമാണ്. അത് ആരാന്ന് ഞാൻ ഈ വീഡിയോ ഇടുകയാണെങ്കിൽ അവന് മനസ്സിലാവും. ഇനി അഥവാ ആക്കില്ലെങ്കിൽ എടാ സോറി. ഓക്കെ, ആക്കിയതാണെങ്കിൽ കുഴപ്പമില്ല, സഹിച്ചു ആണോ. ദാഹിച്ചിട്ട് സ്മൂത്തി കുടിച്ചോണ്ടിരിക്കുക. ഒരു ഗ്യാപ്പ് കിട്ടി, അപ്പം നിർത്തിയതാ. കോസ്റ്റ്യൂം മാറ്റിയിട്ട് സെറ്റ് കോസ്റ്റ്യൂം ഉണ്ടാക്കുന്നത്. അത് കാണിച്ചില്ല ഞാൻ. പോകുന്നുണ്ട് ഒരു ഡ്രസ്സ് കൊടുക്കാൻ വേണ്ടിയാ. അപ്പം ഞാൻ ഗോവയിൽ പോയായിരുന്നു ഈ പ്രാവശ്യം ന്യൂ ഇയറിന്. അപ്പോൾ ഗോവയിൽ പോയപ്പോൾ ഞാൻ കസിൻ്റെ ഡ്രസ്സ് എക്സ്ചേഞ്ച് അടിച്ചായിരുന്നു. ഓൻ്റെ ഡ്രസ്സ് ഞാൻ എടുത്ത് എൻ്റെ ഡ്രസ്സ് അവന് കൊടുത്ത്. അപ്പോൾ അത് അവൻ പറഞ്ഞ് ഇന്നലെ കൊണ്ടുവരാൻ പറഞ്ഞ്. അപ്പോൾ അത് മാറ്റാൻ വേണ്ടി പോവാണ്. സാധാരണ സ്കൂട്ടിക്ക് പോവാറ്. സ്കൂട്ടി ഒരുമാതിരി തല്ലിപ്പൊടി സ്കൂട്ടി ആയതുകൊണ്ട് ഒരു ചടങ്ങാണ്. പോയിട്ട് വരാം. കൈയൊക്കെ വിറക്കി നമ്മൾ എഴുന്നിട്ട്. നല്ലത് വണ്ടി കാറിലൊക്കെ ആണെങ്കിൽ പെട്രോൾ ചാകുമെന്ന് പറയാം. പിന്നെ അവിടെ മരിക്കും കാറിൽ പോവുകയാണെങ്കിൽ. അതിൽ മൈലേജ് ഇല്ല. അതുകൊണ്ട് പെട്രോൾ ചാവും.
അതിലൊക്കെ 200 രൂപ പെട്രോൾ അടിച്ചാൽ പോകണമെങ്കിൽ. അവൻ്റെ സ്ഥലം ശോഭ സിറ്റിയാണ്. അപ്പോൾ ആ വഴി പോകണതാണ്. ആ വഴി പോകുമ്പോൾ ചെറിയ ഗ്യാപ്പ് കിട്ടി. അപ്പോൾ കയറ്റി നിർത്തിയതാണ് നൈസായിട്ട്. ശോഭ മെയിൻ വഴിയല്ല, പൂങ്കുന്നം പാലല്ല, മറ്റേ ഷോർട്ട് കട്ട് ഉണ്ട്. വേറെ എന്താ പറയുക, സ്ഥലത്തിൻ്റെ പേര് കറക്റ്റായിട്ടൊന്നുമില്ല, വേറെ ഷോർട്ട് കട്ട് ഉണ്ട്. അപ്പോൾ പോയി ഇന്നലത്തെ വീഡിയോ കണ്ടവർക്ക് വീടിൻ്റെ ഫ്രണ്ടിൽ കൊണ്ട് പാർക്ക് ചെയ്തേക്കുന്നത് വല്ലത് സീൻ കിട്ടാണോ എന്നറിയില്ല. വീടിൻ്റെ ഫ്രണ്ടിൽ കൊണ്ട് പാർക്ക് ചെയ്തേക്കുന്നത് വള്ളി കിട്ടാണെങ്കിൽ മേടിച്ച് വയ്ക്കും നിങ്ങളല്ല ഞാൻ. ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ ഇന്ന് കാലത്ത് എണിച്ചിട്ടും സെയിം അവസ്ഥ. ഇൻട്രസ്റ്റ് ഇല്ല എടുക്കാൻ വേണ്ടി വീഡിയോ. എന്താ പറയുക, അതന്നെ ഇൻട്രസ്റ്റ് കിട്ടുന്നില്ല. പിന്നെ എന്തെല്ലാം ആവട്ടെ പുല്ലെന്ന് വെച്ചെടുക്കുന്നതാ. വേറെ ഒന്നുമില്ല. ഫോൺ എടുത്ത് യൂസ് ചെയ്യാൻ അറിയാൻ പറ്റ് എടുക്കാനൊരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത പോലെ. ഈ ഫോണ് എത്ര നാൾ ഞാൻ വീഡിയോ ഇടാത്ത പറഞ്ഞില്ല, നല്ലൊരു ഫോൺ ഉണ്ടായിരുന്നില്ല. അതാണ് ഫോൺ കിട്ടി, ഫോൺ ക്രിസ്മസിന് മേടിച്ച് അതുകൊണ്ട് വീഡിയോസ് ഇറക്കി തുടങ്ങി. ഇപ്പോൾ സൈഡായിട്ട് നോക്കുന്നത് ഇതാണ് ഞാൻ നോക്കുന്നത്. ബിക്കോസ് ഡാൻസാണ് പ്രൊഫഷണലായിട്ട് കൊണ്ടുപോകാൻ നോക്കുന്നത്. അതുകൊണ്ട് ഡാൻസ് സൈഡിലൂടെ കൊണ്ടുപോകും. ഡാൻസിൻ്റെ ഒപ്പം തന്നെയാണ് ഞാൻ ഈ വ്ളോഗും കൊണ്ടുപോകുന്നത്. വ്ളോഗ് ഇപ്പോൾ പറയണ പോലെ വല്ലപ്പോഴും ഇങ്ങനെ വല്ല വീട്ടിൽ ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ മാത്രം വീഡിയോ ചെയ്യില്ല. അല്ല പുറത്തേക്ക് വല്ല ആവശ്യമുണ്ടെങ്കിലാ അല്ലെങ്കിൽ പോകുന്നുണ്ടെങ്കിൽ വീഡിയോ ചെയ്യാം എന്നാണ്. പിന്നെ ഈ വ്ളോഗ് ചെയ്യുന്നത് നിങ്ങൾ തന്നെ കമൻറ്റ് ചെയ്ത് ജസ്റ്റ് ഒന്ന് വ്ളോഗ് ചെയ്യണോ. നെഗറ്റീവ് ആയാലും കുഴപ്പമില്ല, പോസിറ്റീവ്. നിങ്ങൾ എന്തെങ്കിലും നെഗറ്റീവ് അടിക്കുന്ന എനിക്കറിയാം. അതിപ്പോൾ ആരെ വ്ളോഗിലായാലും നിങ്ങൾ പോയി നെഗറ്റീവ് അടിക്കും. പിന്നെ ഞാനതെന്താ ക്യാമറ നോക്കി പരിചയമില്ല വന്നത്. ആകെ കൂടി ഞാൻ നോക്കാറുള്ളത് ഡാൻസ് കളിക്കുമ്പോൾ മാത്രം ക്യാമറയിലൊക്കെ കളിക്കും. അല്ലാണ്ട് ഈ വ്ളോഗ് ചെയ്യുമ്പോൾ ക്യാമറയ്ക്ക് നോക്കുന്ന എനിക്ക് പറ്റത്തില്ല. ഇടയ്ക്കിടയ്ക്ക് നോക്കുന്ന പോലെയാണല്ലോ. പക്ഷേ ഫുൾ ടൈം ഇങ്ങനെ ക്യാമറ ലെൻസിലോട്ട് നോക്കുന്നത് എനിക്ക് പറ്റുന്നില്ല. ഞങ്ങൾക്ക് ട്രൈ ചെയ്യുന്നുണ്ട്, പക്ഷെ പറ്റുന്നില്ല. അതാണ് മെയിൻ ഇഷ്യൂ. എന്താ ഞാൻ പറഞ്ഞു, ഡാൻസ് ഇന്ന് കളിക്കും, വേറൊന്നുമില്ല പോയേനെ. പക്ഷേ ഉറക്കം വന്ന് നൈസായിട്ട്. കാലത്ത് ക്യാമ്പിന് പോയി വന്ന് നൈസായിട്ട് കിടന്നുറങ്ങി. പക്ഷേ ആ എണിച്ച സമയം ഒരു 2:30 ആയപ്പോൾ എണിച്ചത്. ഞാൻ എൻ്റെ പാർട്ട്ണറുണ്ട്, ഡാൻസ് പാർട്ട്ണർ. അപ്പോൾ ഓൻ മുസ്ലിമാണ്. ഞാൻ ഇക്കാന്ന് വിളിക്കാറ്. അപ്പോൾ ഇക്കടുത്ത് ഞാൻ പറഞ്ഞായിരുന്നു, എടാ ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞു. പക്ഷേ നൈസായിട്ട് എനിക്കിരുന്ന് ഉറങ്ങിപ്പോയി. അതിന് ഞാൻ അവരുടെ സോറി പറയുന്നു. അവനെ വിളിച്ചിട്ടില്ല. അവൻ മിക്കവാറും ഇത് കാണുമ്പോൾ കാണാതിരിക്കുമെന്ന് പറയുന്നത്. ഞാൻ ഇപ്പോൾ വിളിക്കേണ്ടി വരും അവനെ. പിന്നെ സ്റ്റുഡിയോയിലത്തെ ചേട്ടന്മാരുണ്ട്, ക്യാമറയിൽ എടുക്കുന്നത്, ഈ ഫോണിലെല്ലാം എടുക്കുന്നത്. ക്യാമറ കുറച്ചുകൂടി ക്ലാരിറ്റി കിട്ടും. ഈ ഫോണിൽ എടുക്കുമ്പോൾ ക്ലാരിറ്റി കിട്ടും, ക്ലാരിറ്റി കിട്ടുന്നതെന്ന് പറയുന്നില്ല. ക്യാമറ എടുക്കുമ്പോൾ കുറച്ചുകൂടി ക്ലാരിറ്റി കിട്ടും. പിന്നെ സ്റ്റെബിലൈസേഷൻ കുറച്ചുകൂടി കിട്ടും, കുറച്ചുകൂടി ഇമ്പ്രൂവ്മെൻ്റ് ആവും ക്യാമറ എടുക്കുമ്പോൾ. അതുകൊണ്ട് സ്റ്റുഡിയോന്ന് ചേട്ടന്മാർ വിളിച്ചായിരുന്നു. അവരടുത്തും ഞാൻ അതൊക്കെ പറഞ്ഞു. ബട്ട് അവരോട് തിരിച്ചു വിളിക്കാൻ പറ്റിയിട്ടില്ല. ഇല്ലെന്നവരോട് തിരിച്ചു വിളിക്കാൻ പറ്റിയില്ല. അതെനിക്കറിയാം, ഈ വീഡിയോ കാണുമ്പോൾ അവർക്ക് മനസ്സിലാവും. അല്ലെങ്കിൽ പിന്നെ ഞാനിപ്പോൾ വിളിക്കും, അവരെ രണ്ടുപേരും വിളിക്കും, എന്നിട്ട് കാര്യം പറയും. അങ്ങനെ നൈസായിട്ട് ഉറങ്ങിപ്പോയി. വേറെ നല്ല കുറച്ച് ഉറക്കം കൂടുതല എനിക്ക്. ബെഡ് ടൈം കുറച്ച് കൂടുതല എൻ്റെ. എന്താ നാളെ സ്കൂളിൽ പോകണം. നാളെ ക്രിസ്മസ് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഡേ ആണ് ആ സ്കൂളിൽ പോകുന്നത്. നാളെ സ്കൂളിലോട്ട് ക്യാമറ അലൗഡ് അല്ല. എന്നാൽ അലൗഡ് അല്ല എന്ന് വെച്ചാൽ ഫുള്ള് ഫോൺ കൊണ്ടുപോകാൻ പറ്റും. ആയിട്ട് ക്ലാസ് ടൈമിൽ ഫോൺ യൂസ് ചെയ്യാൻ പാടില്ല. നോക്കി നോക്കാം നാളെ എന്തായാലും. പറ്റുവാണെങ്കിൽ നമുക്കൊരു വീഡിയോ സെറ്റാക്കാം. പിന്നെ ഈ വീഡിയോ തുടർച്ചയായി കൊണ്ടുപോകണോ വേണ്ടയോ എന്ന് നിങ്ങൾ തന്നെ പറയണ്ടേ, ഞാൻ അല്ല പറയണ്ടേ, നിങ്ങൾ പറയണ്ടേ. അത് ഞാൻ പറഞ്ഞില്ല, കമൻ്റ് ഇടുക നിങ്ങൾ. ഈ വീഡിയോ ഇങ്ങനെ കൊണ്ടുപോകാൻ താല്പര്യമുണ്ട്. പക്ഷേ വ്യൂ അടിക്കുന്നില്ല, വ്യൂ ലൈക്കൊന്നും അങ്ങനെ കയറുന്നില്ല. അതുകൊണ്ട് എനിക്കെന്നെ മടുപ്പാവാം. ഇനി വീഡിയോ ഇടണോ വേണ്ടയോ എന്നുള്ള എനിക്കെന്നെ മടുപ്പാവാം. ജസ്റ്റ് ഞാൻ ഉദ്ദേശിച്ചത് വേറല്ല. ജസ്റ്റ് സപ്പോർട്ട് ചെയ്താൽ
സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ ഇഷ്ടമല്ലായി നിങ്ങൾ ഞാൻ പറയുന്നുള്ളൂ. നിങ്ങൾ സപ്പോർട്ട് സപ്പോർട്ട് ചെയ്യാനില്ല പറ്റുവാണെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യും, അത്ര വേണമല്ലോ. ഇഷ്ടമില്ലാത്തവർ ഈ വീഡിയോ സ്കിപ്പ് അടിച്ച് പോവുക. എന്നുവെച്ചാൽ എൻ്റെ വോയിസ് ഇഷ്ടമില്ലാത്തവർ ഈ വീഡിയോ നേരെ സ്കിപ്പ് അടിച്ച് പോവുക. എനിക്ക് പ്രോബ്ലം ഇല്ല, അതാ പറയാനായിട്ട് വേറൊന്നുമല്ല. എന്താ അതൊക്കെ തന്നെ. പിന്നെ ഒരു സ്റ്റിക്ക് മേടിക്കണം ഫോണിൻ്റെ, ഇന്നലെയും പറഞ്ഞായിരുന്നു, ഇന്നത്തെ വീഡിയോയിലുണ്ടായിരുന്നു. ഒരു സ്റ്റിക്ക് മേടിക്കണം. പിന്നെ ഓന് പോയി ഡ്രസ്സ് കൊണ്ടുപോയി കൊടുക്കണം. അവിടെ പോയിട്ട് തിരിച്ച് വീട്ടിൽ വന്നിട്ട് വീട്ടിൽ പ്രത്യേകിച്ച് വരും. ലാപ്പിൽ കുത്തിയിരിക്കണം, ലാപ്പിൽ പ്രത്യേകിച്ച് വരുന്നില്ല. ആ കാലത്ത് വെച്ച് ക്ലാസ്സിൽ പോകണം. ക്ലാസ്സിൽ പോകുന്ന ആലോചിക്കുമ്പോൾ എനിക്ക് എന്താ പോലെ ആവുന്നത്. വേറെ ഒന്നുമില്ല, ചട്ടപ്പ് പരിപാടി ക്ലാസ്സിൽ പോകുന്നത്. ചടപ്പ് പരിപാടിയല്ല, ക്ലാസ്സിൽ പോയപ്പോൾ ഇൻട്രസ്റ്റ് ഇല്ലാത്തത് സ്കൂളിൽ 2-3 പേർക്കല്ല, ഓൾമോസ്റ്റ് മിക്കവർക്കും അറിയാം ഇപ്പം എന്താ ക്ലാസ്സിൽ പോകാത്തത് കാര്യം. ഇപ്പം ഞാൻ ഇങ്ങനെ പറഞ്ഞാൽ തന്നെ എല്ലാവർക്കും അറിയാം. ഇങ്ങനെ പറയുമ്പോൾ തന്നെ എല്ലാവർക്കും ഏകദേശം അറിയാം എന്താണ് ഓന് ക്ലാസ്സിൽ വരാൻ ഇൻട്രസ്റ്റ് ഇല്ലാത്ത എന്നുള്ള കാര്യം എനിക്കറിയാം. എങ്ങനെയും ഒരു 4 മാസമല്ല, ഇനി 3 മാസങ്ങളുള്ളൂ. 3 മാസം അല്ലേ. ഇപ്പോൾ +2 ആണ്, രാമവർമ്മപുരം പഠിക്കുന്നത്, VHSC പള്ളിമല. +2 കഴിയണം, ഇങ്ങനെ കഴിയാൻ നിൽക്കാം. ജയിച്ച ഭാഗ്യം. സിലബസ് കൂടുതലാടും, അതാണ് പ്രശ്നം. സയൻസ് എടുത്താണ് ഏറ്റവും സയൻസ് എടുത്താൽ കുറേ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെന്ന് പറഞ്ഞു. ഒരുമാതിരി പെട്ട് സിലബസ് കൂടിപ്പോയി. സിലബസ് നമ്മൾ 10 പഠിച്ച പോലല്ല. 10 നമ്മൾ 10 ഉദ്ദേശിച്ചത് കുറേ ഉണ്ടെന്ന് വെച്ച്. പക്ഷേ 10 +1 കയറിയപ്പോൾ മനസ്സിലായേ 10 ഒന്നുമല്ല എന്നുള്ളത്. മറ്റേ കിളി പോയി. +1 കയറിയപ്പോൾ സയൻസ് എടുത്തപ്പോൾ എന്തൊക്കെയാണ് സിലബസ് പഠിക്കാനുള്ളത്. ഒരു കുന്നാണ് ഉള്ളത്. സാധാരണ വെച്ചാൽ പഠിക്കാനധികം കഴിവില്ലാത്ത കുട്ടിക്കാണെങ്കിൽ ഒരിക്കലും പഠിക്കാൻ പറ്റത്തില്ല. ഞാൻ ആ കൂട്ടത്തിലുള്ള നീ ഓപ്പണായി പറയാം, എനിക്കൊരു കുഴപ്പമില്ല എനിക്ക്. ബിക്കോസ് സിലബസ് സെറ്റാകുന്നില്ലെങ്കിൽ പഠിച്ച് തലയിൽ കയറുന്നില്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്, വേറെ ഒന്നുമില്ല. അത് ഞാനിപ്പോൾ ഇങ്ങനെ വീഡിയോ ചെയ്യുന്ന ആളായതുകൊണ്ട് എനിക്കത് ഓപ്പണായി പറയാൻ തോന്നുന്നു. അവനെ പറഞ്ഞു ഞാൻ തെറ്റാണെങ്കിൽ നിങ്ങൾ സ്കിപ്പ് അടിച്ച് പോവുക, അത്രേ പറയാനുള്ളൂ, അതും പറയാനില്ല. ഓക്കെ. അച്ഛനമ്മ വണ്ടി കൊണ്ടുപോകണം, അവർക്ക് ടൗണിൽ പോകണം. അപ്പോൾ കാർ വേണം. കാറിലിപ്പോൾ സ്കൂട്ടി ഞാൻ പറഞ്ഞു, സ്കൂട്ടർ കേസ് പറഞ്ഞു. സ്കൂട്ടി തല്ലിപ്പോൾ സ്കൂട്ടി, അതുകൊണ്ട് സ്കൂട്ടി എടുക്കാൻ പറ്റത്തില്ല, കാറാണ് എടുക്കുന്നത് സാധാരണ. അപ്പോൾ കാറിന് തിരിച്ചു കൊടുക്കണം, ഡ്രസ്സ് കൊണ്ടു കൊടുത്തിട്ട് വേണം തിരിച്ച് കൊണ്ടു കൊടുക്കണം കാറ്. അപ്പോൾ കൊണ്ടുകൊടുക്കാൻ പോവുക. അപ്പോൾ ഇനി അവിടെ പോയിട്ട് അവനത് കൊടുത്തിട്ട് വേണം വീട്ടിൽ പോകണമെങ്കിൽ. അപ്പോൾ നമുക്ക് അവിടെ വെച്ച് കാണാം. ഓക്കെ, ബൈ. ഞാൻ പിന്നെ ഒരു കാര്യം ചോട്ടെ, ഞാൻ ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഓൺ വോയിസ് ഇട്ട് ഒരു പറയുമ്പോൾ ബോറടിക്കുന്നില്ലേ? അതിൽ പറഞ്ഞ ഇങ്ങനെ എൻ്റർടൈൻമെൻ്റായി എല്ലാ കാര്യം ചെയ്യുമ്പോൾ അതിന് കുഴപ്പമൊന്നുമില്ലല്ലോ. ദാറ്റ് മീൻസ് ഇങ്ങനെ എൻ്റെ വോയിസ് മാത്രമായിട്ട് കേൾക്കുമ്പോൾ നല്ലൊരു ബോറിങ് ഉണ്ടാവും. അത് ഉണ്ടാവും, മിക്കവർക്കും ഉണ്ടാവും. ഇത് ഇന്നലെ ഫസ്റ്റ് വ്ളോഗ് ഇട്ടത്. ഞാൻ പിന്നെ ഷോർട്സാണ് ഇടാറ് ഡാൻസിൻ്റെ. സെക്കൻഡ് വ്ളോഗാണ് ഇപ്പോൾ ഇടാൻ പോകുന്നത് തന്നെ. അതുകൊണ്ട് വേറെ എന്താ ഓൺ വോയിസ് എന്ന് വെച്ചാൽ കുറേ സംസാരിക്കുമ്പോൾ എൻ്റെ വോയിസ് എടുക്കുമ്പോൾ ബോറിങ് തോന്നും നിങ്ങൾക്ക്. അതെന്തായാലും എനിക്ക് കൺഫേം ആണത് ഉണ്ടാവും, ഉണ്ടാവാതിരിക്കില്ല. അതെന്തായാലും കൺഫേം ആണ് ഉണ്ടാവുന്ന വോയിസ്. ഞാനതിൽ പറഞ്ഞതാണ്. മാക്സിമം ഞാൻ ഓൺ വോയിസ് ആണ് നിൽക്കുക, ഞാൻ പറയത്തുള്ളൂ. എന്താണ് ഇന്നത്തെ പരിപാടി എന്നുള്ള കാര്യമാണ് ഞാൻ ഉദ്ദേശിച്ചത്. അത് ഓൺ വോയിസ് ആണ് മാക്സിമം ഉണ്ടാവുക. ഈ കാറിൻ്റെ ഉള്ളിൽ ഇടുന്ന പരിപാടി ഒഴിവാക്കാം എന്നാണ് ഞാൻ മാക്സിമം ഉദ്ദേശിക്കുന്നത്. അല്ലാണ്ട് വേറെ ഒന്നുമില്ല. ശ്രമിക്കാം. ഞാൻ പറയല്ലേ, ഡാൻസ് കളിക്കാനേ അറിയുള്ളൂ. അല്ലെങ്കിൽ ഈ വ്ളോഗ് ചെയ്യാനൊന്നും എന്നോട് കിട്ടില്ല. ബട്ട് ചെയ്യണം തോന്നി, അതുകൊണ്ട് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. ഓക്കെ, വീട്ടിൽ കാണാൻ ഇപ്പം തന്നെ ഞാൻ എടുത്തു ഒരു സൈക്കിളിൽ ചവിട്ടി വരുന്നത് കൊച്ച്. എന്നുവെച്ചാൽ അമ്മാതിരി ഐ കോണ്ടാക്ട് എന്ന് പറഞ്ഞാൽ അമ്മാതിരി ഐ കോണ്ടാക്ട്. ഞാൻ പൊന്നാളിയാ, ശരിക്കൊരു കിളി പോയി, ശരിക്കും കിളി പോയി. ഐ കോണ്ടാക്ട് പറഞ്ഞാൽ ഇമ്മാതിരി ഐ കോണ്ടാക്ട് ഉണ്ടാവും ഞാൻ വിചാരിച്ചിട്ടില്ല. നോക്കിക്കൊണ്ടിരിക്കുന്നേ. അതെ, പലർക്ക് എക്സ്പീരിയൻസ് ഉണ്ടാവും, ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് പറഞ്ഞു, അതന്നെ, അത്രേ ഉള്ളൂ. പിന്നെ ഞാൻ ഡ്രസ്സ് കൊടുക്കാൻ പോയവന്
ഓന് വീഡിയോയിലും താല്പര്യമില്ല, അതുകൊണ്ടാണ് ഞാൻ ആ ക്ലിപ്പ് എടുത്തിടാത്തത്. ക്ലിപ്പ് എന്തെങ്കിലും ഇതിൽ ഉണ്ടാവാൻ ചാൻസില്ല. ഇതാണെങ്കിൽ തന്നെ അവൻ്റെ ഫേസ് മറിച്ചിട്ടേ ആയിട്ടുള്ളൂ. അതല്ല പിന്നെ ഉള്ളു. നമ്മൾ വീടെത്തി 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 തന്നെ. ഈശ്വര എന്തൊക്കെ പോയല്ല പൈസ